ഉത്തരാഖണ്ഡിന്റെ ഉള്ളുലച്ച ഉത്തരകാശിയിലെ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി മോശം കാലാവസ്ഥ. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതേസമയം മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട മലയാളികൾ സുരക്ഷിതരാണെന്ന് സൈന്യം അറിയിച്ചു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഈ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് പ്രതികൂല കാലാവസ്ഥയുമാണ്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ് അവിടെ? രോഹിണി, അതുതന്നെയാണ്, പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ അതിശക്തമായ മഴയാണ് ഈ ഉത്തരാഖണ്ഡ് മേഖലയിൽ, പ്രത്യേകിച്ച് ഉത്തരകാശി ജില്ലയിൽ പെയ്യുന്നത്. അതിനുശേഷം ഏതാണ്ട് ഇന്നിപ്പോൾ ഉച്ചവരെ അതേ മഴ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു തരത്തിലും ഹെലികോപ്റ്ററിന് ലാൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമായിരുന്നു. കാലാവസ്ഥ അനുകൂലമായെങ്കിൽ മാത്രമേ ഹെലികോപ്റ്ററിന് ലാൻഡ് ചെയ്യാൻ. ഇപ്പോൾ റോഡ് വഴിയുള്ള രക്ഷാപ്രവർത്തനം സാധ്യമല്ല, പ്രത്യേകിച്ച് റോഡ് പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു. ഈ മേഖലയിലേക്ക് ഉണ്ടായിരുന്ന ഹർസൻ വാലിയിലേക്ക് പോകേണ്ടിയിരുന്ന വഴിയിലുണ്ടായിരുന്ന ഒരു പാലം, ഒരു പാലവും പൂർണ്ണമായി ഒലിച്ചു പോയിരിക്കുന്നു. അങ്ങനെ റോഡ് ഗതാഗതം പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലാണ്. ആകെ ഉള്ള ഒരു മാർഗം ഹെലികോപ്റ്റർ മാർഗമുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു. ഹെലികോപ്റ്റർ മാർഗമുള്ള രക്ഷാപ്രവർത്തനത്തിന് കാലാവസ്ഥ വലിയ തടസ്സമായി നിന്നു. ഉച്ചവരെ അങ്ങനെ കാര്യമായ രക്ഷാപ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നില്ല. അതേസമയം ഉച്ചയ്ക്ക് ശേഷം മഴ അല്പം മാറി നിന്ന് ഈ ആകാശം അല്പം തെളിഞ്ഞപ്പോൾ ഈ ഹെലികോപ്റ്ററുകൾ, ഉത്തരാഖണ്ഡ് സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. NDRFിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ സൈന്യത്തിൻ്റെ രജ്പുത്ര റൈഫിൾസും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ത്യ ടിബറ്റൻ ബോർഡർ പോലീസ് ITBPയും ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും പോലീസും ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായി ഇതിൽ പങ്കെടുക്കുന്നു. നിലവിൽ ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥ അനുകൂലമായതിനാൽ തന്നെ ഇപ്പോൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ NDRF സംഘങ്ങളെ ഈ മേഖലയിലേക്ക്, ദുരന്ത ബാധിത മേഖലയിലേക്ക് എത്തിക്കുവാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. NDRF സംഘങ്ങൾ ഓരോ ഹെലികോപ്റ്റർ വരുന്നതിനനുസരിച്ച് ഹെലികോപ്റ്ററിൽ ഏതാണ്ട് 6 പേർക്ക് മാത്രമായിരിക്കും ഒരു ഹെലികോപ്റ്ററിൽ കയറാൻ കഴിയുക. അങ്ങനെ 6 പേരുള്ള ഒരു സംഘവുമായി അങ്ങനെ ഹെലികോപ്റ്റർ ഇങ്ങനെ ഓരോ തവണ ഇങ്ങനെ ഇവിടെ ഈ ഉത്തരകാശിയിലേക്ക് ഹെലിപ്പാഡിലേക്ക് എത്തുന്നു. അവിടെ നിന്നും തിരികെ ഈ ദുരന്ത മേഖലയിലേക്ക് എത്തുന്നു. ദൃശ്യങ്ങളിൽ കാണാം, NDRF പ്രവർത്തകരാണ് ഈ നിൽക്കുന്നത്. NDRFിൻ്റെ സേനാംഗങ്ങളാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഈ സേനാ അംഗങ്ങൾ ഈ ദുരിതബാധിത മേഖലയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാം, നമുക്ക് ജനറേറ്റർ സഹിതമാണ് അവർ അവിടേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് അവിടെ വൈദ്യുതി പൂർണ്ണമായും തടസ്സപ്പെട്ട ഒരവസ്ഥയാണ്. വൈദ്യുതി ഒട്ടും തന്നെയില്ല. മാത്രമല്ല, വൈദ്യുതി പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ഒരുപക്ഷെ ദിവസങ്ങൾ എടുത്തേക്കുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. മൊബൈൽ സർവീസുകൾ ലഭ്യമാകുന്നില്ല. മൊബൈൽ നെറ്റ്വർക്ക് പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലാണ്. ഇങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലമായ പല സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. എന്നാൽ അതിനെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ, രജ്പുത്ര റൈഫിൾസിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം NDRFും കൂടി സംയോജിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ രക്ഷാപ്രവർത്തനം കാര്യമായി ഒന്ന് ആക്റ്റീവായത് എന്ന് വേണം വ്യക്തമാക്കാൻ. നിലവിൽ 5 മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 5 മൃതദേഹങ്ങൾ ലഭ്യമായിട്ടുണ്ട്. കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ മൃതദേഹങ്ങൾ അവിടെ ചെളിക്കുള്ളിൽ, കാര്യം നമുക്ക് ഇന്നലെ ദൃശ്യങ്ങളിൽ കണ്ടപ്പോൾ തന്നെ വ്യക്തമാകുന്നതാണ്, വലിയൊരു ജലബോംബായിരുന്നു ഇന്നലെ അവിടെ ഈ ഉത്തരകാശിയിൽ പൊട്ടിയൊലിച്ചത്. ഈ ജലബോംബിൽ നിരവധി ആൾക്കാർ അകപ്പെട്ടു. നിരവധി ആൾക്കാർ ചെളിക്കുള്ളിൽ അകപ്പെട്ടിരിക്കുന്നു. അവർക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. NDRF സംഘം അവിടേക്ക് തിരിച്ചു. NDRFിൻ്റെ ശ്വാന സേനയും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തുണ്ട്. ഈ മണ്ണിനടിയിൽ ഉള്ള ജീവനുകൾ അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങളും മറ്റും കണ്ടെത്താൻ നമുക്ക് വയനാടൊക്കെ അത് സുപരിചിതമാണ്. വയനാടൊക്കെ നമ്മളത് കണ്ടതാണ്. അത്തരം ഈ നായകളുടെ കൂടി ഈ സേവനം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ്. ഒപ്പം തന്നെ ഡോപ്ലർ സ്കാനിങ് അടക്കമുള്ള അത്യാധുനിക സംവിധാനവും NDRF ഉപയോഗിക്കുന്നു. ഒപ്പം തന്നെ NDRFിൻ്റെ ഭാഗത്തുനിന്നും അവർ ആയുധങ്ങളുമായി അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഉപകരണങ്ങളുമായാണ് അവർ ഈ ദുരിതബാധിത അല്ലെങ്കിൽ ദുരന്തബാധിത മേഖലയിലേക്ക് എത്തുന്നത്. ഇന്ന് രാത്രി വളരെ നിർണായകമാണ്. ഇന്ന് രാത്രി കാര്യമായൊരു രക്ഷാപ്രവർത്തനം ദൗത്യം തന്നെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ തുടങ്ങി വെക്കും.
പ്രത്യേകിച്ച് മണ്ണ് നീക്കി. ഈ മേഖലയിൽ കാര്യമായ രീതിയിൽ മണ്ണും ചെളിയുമൊക്കെ തന്നെ നിറഞ്ഞിട്ടുണ്ട്. അവിടെ മണ്ണ് പൂർണ്ണമായും നീക്കി അവിടെ ഏതെങ്കിലും മനുഷ്യജീവനുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഡ്രോപ്ലർ സ്കാനിങ് അടക്കമുള്ളവ ഉപകരിക്കുമെന്നുള്ളതാണ് NDRF വ്യക്തമാക്കുന്നത്. അതിനുള്ള പൂർണ്ണ സജ്ജീകരണവുമായിട്ടാണ് അവർ ഈ ദുരന്ത മേഖലയിലേക്ക് ഇപ്പോൾ പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത്. ഇതിനോടകം തന്നെ NDRFിൻ്റെ വലിയൊരു സംഘം ഈ ദുരന്ത മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞു. കൂടുതൽ സംഘങ്ങൾ അവിടേക്ക് പുറപ്പെടാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. മാത്രമല്ല അത്യാവശ്യ സർവീസുകൾ ഈ മെഡിക്കൽ അടക്കമുള്ള അത്യാവശ്യ സർവീസുകളെ ഇത്തരത്തിൽ ഹെലികോപ്റ്റർ മാർഗേന അവിടെ എത്തുന്നു. റോഡ് മാർഗേന ഒരു തരത്തിലും ഇപ്പോൾ അവിടെ എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഒരു പക്ഷേ നാളെ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടിയോ ഈ റോഡ് ഗതാഗതം സുഗമമാക്കാൻ കഴിയുമെന്നുള്ളതാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഗ്രിഫ്, സൈന്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രിഫും ഈ പ്രവർത്തന മേഖലയിൽ സജീവമാണ്. നിലവിൽ റോഡ് ഒലിച്ചുപോയി, ഒരു പാലവും ഒലിച്ചുപോയി. ഈ റോഡും പാലവും പുനർനിർമ്മിച്ചാൽ അല്ലെങ്കിൽ താൽക്കാലികമായെങ്കിലും നിർമ്മിച്ചാൽ മാത്രമേ ഈ ദുരന്തം മേഖലയിലേക്ക് വാഹനമാർഗം അല്ലെങ്കിൽ റോഡ് മാർഗം എത്താൻ കഴിയുമെന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അടുത്ത ഹെലികോപ്റ്റർ എത്തുകയാണ്. ഈ ഹെലികോപ്റ്ററിൽ ദുരന്ത നിവാരണ സേനയുടെ, ദേശീയ ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ അംഗങ്ങൾ ഈ ദുരിത ബാധിത മേഖലയിലേക്ക് പോകും. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ജനം TV-യിൽ എക്സ്ക്ലൂസീവായി കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളാണ്. മറ്റൊരു മാധ്യമങ്ങളിലും ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൃശ്യങ്ങളിൽ കാണാം ഹെലികോപ്റ്റർ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ ഉത്തരകാശിയിലെ ഹെലിപ്പാഡിൽ ഇപ്പോൾ ലാൻഡ് ചെയ്യും. അതിനുശേഷം അവിടെ NDRF അംഗങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുന്നു. ആ NDRF അംഗങ്ങൾ ഇതിലേക്ക് ഈ ഹെലികോപ്റ്ററിനുള്ളിലേക്ക് കയറും. മാത്രമല്ല അവരുടെ കയ്യിൽ ജനറേറ്റർ അടക്കമുള്ള വൈദ്യുതി അവിടെ ലഭ്യമല്ല. അതുകൊണ്ട് വൈദ്യുതിക്ക് വേണ്ട ഉപകരണങ്ങളടക്കം അവർ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ NDRFിൻ്റെ ഭാഗമായിട്ടുള്ള ശ്വാനസേന, അതായത് ഡോഗ് സ്ക്വാഡ് എന്നുള്ള ഈ മണ്ണിൻ്റെ അടിയിൽ ഏതെങ്കിലും ജീവൻ നിലനിൽപ്പുണ്ടോ അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങളുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അത് കണ്ടെത്തുവാൻ ശ്വാനസേനയെ ഉപയോഗിക്കുന്നു. ആ ശ്വാനസേനയടക്കം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അടുത്ത ബാച്ചിലായി ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്നുമുള്ള ആൾക്കാർ, അതായത് ദുരിത ബാധിത മേഖലയിൽ നിന്നുമുള്ള ആൾക്കാരെ കൂടി ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് തൊട്ടടുത്ത് തന്നെ ഇവിടെ മെഡിക്കൽ സർവീസുണ്ട്. എമർജൻസി കേസുകളാണെങ്കിൽ അവിടേക്ക് അഡ്മിറ്റ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ ആർമി ഹോസ്പിറ്റലിലേക്കും അതേപോലെ തന്നെ കൂടുതൽ പരിക്ക് പറ്റിയവർക്ക് അവരെ ഋഷികേശ് എയിംസിലേക്കും മാറ്റുവാനുള്ള സജ്ജീകരണമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ പലതവണ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. നിലവിൽ ആവശ്യമായ ഫോഴ്സ് ഇപ്പോൾ ഉത്തരാഖണ്ഡിലെത്തിയിട്ടുണ്ട്. NDRFിൻ്റെ ആണെങ്കിലും സൈന്യത്തിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ആവശ്യത്തിലധികം ഫോഴ്സ് ഇപ്പോൾ ഈ ദുരിത മേഖലയിലേക്ക് പോകുവാൻ വേണ്ടി ഈ ഉത്തരകാശിയിൽ തന്നെയുണ്ട്. നേരത്തെ അവർക്കവിടേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമായതിനാലാണ് അവർക്കവിടെ എത്തിപ്പെടാനും ഈ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനും കഴിയാതെ പോയത്. ഇപ്പോൾ ഹെലികോപ്റ്റർ സർവീസുകൾ ഇപ്പോൾ അന്തരീക്ഷം അല്പം വ്യക്തമായതോടുകൂടി അല്ലെങ്കിൽ ഒരു ക്ലിയർ സ്കൈ ലഭിച്ചതോടുകൂടി മഴ അല്പം മാറി നിന്നതോടുകൂടി ഇപ്പോൾ ഹെലികോപ്റ്റർ സർവീസുകൾ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് സർക്കാരാണ് ഈ ഹെലികോപ്റ്റർ സർവീസുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈവറ്റ് ഹെലികോപ്റ്ററുകൾ വാടകയ്ക്കെടുത്ത് ഇത്തരത്തിൽ ദുരന്ത മേഖലയിൽ നിന്നും ജനങ്ങളെ ആശുപത്രികളിലേക്കും അവരാവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്കും മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ്. ഇപ്പോൾ ഏതാണ്ട് 3 ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ സർവീസ് നടത്തുകയാണ്. ഓരോ 5 മിനിറ്റിനിടയിലും ഇങ്ങനെ ഹെലികോപ്റ്ററുകൾ വന്ന് അവിടെ നിന്നുമുള്ള ആൾക്കാരെ, ഈ ദുരന്ത മേഖലയിൽ നിന്നുമുള്ള ആൾക്കാരെ ഇവിടേക്ക് ഇറക്കുന്നു. ഒപ്പം NDRF സംഘത്തെയും അവരുടെ മറ്റ് ഉപകരണങ്ങളും ഈ ഹെലികോപ്റ്ററിൽ കയറ്റി അവിടേക്ക് പോകുന്നു. അതാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ. ഏതായാലും നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തോടുകൂടി ഈ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ബോർഡർ റോഡ് ഓർഗനൈസേഷനും ഒപ്പം തന്നെ ഗ്രിഫും, സൈന്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രിഫും വ്യക്തമാക്കിയിരിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി അങ്ങനെ ഈ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അത് രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയുമെന്നുള്ളതാണ്
പ്രധാനമായും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാര്യം റോഡ് മാർഗമാണ് ഏറ്റവും പെട്ടെന്ന് ആൾക്കാരെ ആശുപത്രികളിലേക്കും മറ്റും മാറ്റാൻ കഴിയുക. മാത്രമല്ല കൂടുതൽ ഈ സൈന്യത്തെ ആണെങ്കിലും ഈ ദുരന്ത നിവാരണ സേന അംഗങ്ങളെ ആണെങ്കിലും ഈ മേഖലയിലേക്ക് എത്തിക്കുവാൻ അത് റോഡ് മാർഗമായിരിക്കും ഉപകരിക്കുക. അതുകൊണ്ട് തന്നെ നാളെ ത്തോടുകൂടി റോഡ് മാർഗമുള്ള ഈ രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. രോഹിണി. ശരി നന്ദൻ, ദുരന്ത മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. NDRF സംഘത്തെയും വഹിച്ചുകൊണ്ട് ദുരന്ത മേഖലയിലേക്ക് പോകുന്നതും അവിടെ നിന്ന് തിരികെ വരുന്നതുമായുള്ള ദൃശ്യങ്ങൾ. നന്ദഗോപനാണ് ഉത്തരാഖണ്ഡിൽ നിന്നും തത്സമയ ദൃശ്യങ്ങളോടുകൂടി തത്സമയ വിവരങ്ങൾ നമുക്കായി പങ്കുവച്ചത്.